വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ ടിപ്പു സുൽത്താൻ റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലതായി. റോഡിലുണ്ടായിരുന്ന കുഴികളിൽ വെള്ളക്കെട്ട് പതിവായതോടെയാണ് റോഡ് തകരാൻ തുടങ്ങിയത്. തകർന്ന റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ കട്ട വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റോഡിൽ കട്ട വിരിച്ച ഭാഗം പോലും ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. കാൽനടയായി നിത്യവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ കേടുവരികയും അപകടങ്ങൾ പതിവാകുകയും നിത്യസംഭവമാണെന്ന് സ്കൂൾ വാഹന ഡ്രൈവർ PT അഷ്റഫ് പറഞ്ഞു. ഞാൻ ഈ നാട്ടിൽ ജോലി ചെയ്ത ഒരു സ്കൂൾ ഡ്രൈവറാണ്. ദിവസവും 2 നേരം കുട്ടികളെ എടുക്കാൻ ഞാൻ കൂടുതൽ ആശ്രയിക്കുന്നത് മാട്ടുമ്മൽ പ്രദേശത്താണ്. ഇടിയഞ്ചിറ മാട്ടുമ്മൽ പ്രദേശം 1-ാം വാർഡും 2-ാം വാർഡും അടങ്ങിയ ആ പ്രദേശത്തുള്ള റോഡുകൾ, പ്രത്യേകിച്ച് ടിപ്പു സുൽത്താൻ റോഡ്, ആ കൽവർട്ട് ക്ലബ്ബ് തൊട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഹൈസ്കൂൾ വരെയുള്ള റോഡിൻ്റെ അവസ്ഥ അത് ഇന്ന് തുടങ്ങിയിട്ടുള്ളതല്ല. ഏകദേശം ഒരു 5-6 കൊല്ലം മുന്നേ കാണുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പം കൂടുതൽ ദുർഘടമായിട്ട് കിടക്കുന്ന റോഡ് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ എന്നും അവിടെ ആക്സിഡൻ്റാണ്. കുട്ടികൾ ബൈക്കുകൾ മറിയാം, പിന്നെ വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല, ആകെ കുഴികൾ, വണ്ടി നാശാവുക. ഇതിനൊരു പരിഹാരം ഈ നാട്ടുകാരും എല്ലാവരും ഇടപെട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയൊക്കെയുണ്ട്. ഞാൻ കുറേ കാലമായി പറയാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സാഹചര്യം കിട്ടിയപ്പോൾ ഞാൻ പറയണം, ഇപ്പോൾ ഉള്ള ഈ തോർച്ചയ്ക്ക്, ഈ മഴ തോർച്ചയ്ക്കെങ്കിലും നിങ്ങൾ അവിടെ എന്തെങ്കിലും അവിടെ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വരുന്ന 2 മാസം കഴിഞ്ഞ് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നാട്ടുകാർ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു സംശയം. തകർന്ന റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ സമീപവാസികൾ മണ്ണിട്ട് നികത്തി റോഡിൽ അപകടങ്ങൾ ഒഴിവാക്കിയെങ്കിലും പൂർണ്ണമായും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മഴ മാറിയ ഈ സമയത്ത് അധികൃതർ ഇടപെട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.